Watch India's largest kids library only on Jio Hotstar. Download the app now. ലഡ്ഡു സിംഗ് സാറേ, ഒന്ന് വേഗം ഇങ്ങോട്ട് വരൂ. ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങളുടെ വീടൊക്കെ തല്ലിപ്പൊളിക്കാൻ നോക്കുന്നു. ഒന്ന് വേഗം വരൂ. നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. ഞാൻ ഉള്ളിടത്തോളം ആരെയും ഒന്നും പൊളിക്കാൻ അനുവദിക്കില്ല. ഞാനിത് എത്തിക്കഴിഞ്ഞു. സാറെന്താ മറന്നിട്ട് പോണത്? ഈ പാപ്പയൊന്നും ചുമച്ചാ മതി, മല വരെ ഇറങ്ങി താഴോട്ട് വരും. പിന്നെയാണോ ഈ കോഞ്ഞ വീടുകളൊക്കെ? ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ബുൾഡോസറിന് മുമ്പിൽ നിന്ന് മാറി നിൽക്കണടേ. ഇല്ല, ഞങ്ങൾ ഒരിക്കലും മാറില്ല. ഞങ്ങളുടെ വീട് തല്ലിപ്പൊളിക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. നിന്റെയൊക്കെ വീടോ? ആര് പറഞ്ഞടേ ഇതൊക്കെ നിന്റെ വീടാണെന്ന്? മാറി നിക്കടേ. ഈ സ്ഥലം മുഴുവൻ എന്റെയാണ്. അപ്പൊ ഈ കാണുന്ന വീടുകൾ മുഴുവനും നമ്മുടെ അല്ലേ? ഇടിക്കുകയും പൊളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം. എന്നെ തോപ്പിക്കാനാവില്ല. ഞാനിത് തല്ലി പൊളിച്ചിരിക്കും. ഞാൻ ഈ സ്ഥലം മുഴുവനും ഈ നിൽക്കുന്ന ഉണക്ക സയന്റിസ്റ്റ് അയ്യറിന് റിസർച്ച് സെന്റർ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുവാടേ. അതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ലോകം എന്തുമാത്രം വലുതാണ്. നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലത്ത് പോയിക്കോന്ന്. എനിക്ക് എന്റെ ജോലിയാ വലുത്. ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും പോവില്ല. ഈ സ്ഥലം ഞങ്ങളുടേതാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അനങ്ങരുത്. ആ ബുൾഡോസർ ഒരു അടി മുന്നോട്ട് വരാൻ പാടില്ല. ഈ സ്ഥലം ദാ ഈ നിൽക്കുന്നവരെയാണ്. ഇവര് ഒരുപാട് കാലമായി ഇവിടെ തന്നെ താമസിക്കുന്നവരാണ്. നിങ്ങൾ സ്വയം നിയമത്തിന് കീഴടങ്ങുന്നതാണ് നല്ലത്. വന്നേ, ഹാൻഡ്സ് അപ്പ്. കൈ മുകളിലേക്ക് പൊക്കാൻ. വന്നേ. എല്ലാരും പവർ കണ്ടല്ലോ. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും സാറേ, ഈ 50 കിലോമീറ്റർ ഒക്കെ ഒന്ന് വിടേ. 5 മീറ്റർ ദൂരം പോലും ഇല്ല. സാറൊന്ന് പുറകോട്ട് നോക്കിയേ. എന്റെ കുടുംബത്തിൽ ആരും പുറകോട്ട് നോക്കുന്ന സ്വഭാവം തന്നെ ഇല്ല. ധീരതയുള്ള പാരമ്പര്യമാണ് എന്റേത്. കുറെ ധീരന്മാരുള്ള കുടുംബമാണ് എന്റേത്. അല്ലെങ്കിൽ ധീരതയ്ക്കുള്ള അവാർഡ് സാറിന് പകരം സാറിന്റെ കുടുംബം വാങ്ങേണ്ടി വരും. എന്താണ് ഇങ്ങനെ പുറകെ? നിക്ക വണ്ടി നിക്ക. ബുൾഡോസറായിട്ടാ, ഒന്ന് വണ്ടി നിർത്തിക്കേ. ഹലോ ശിവ. വലിയ കാര്യത്തിന് താപ്പാനെ പാഠം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ചെല്ലിനടേ, ചെന്നാ വീടുകളൊക്കെ തല്ലി പൊളിക്ക്. അങ്കിൾ, ഇവര് താമസിക്കുന്ന വീടുകൾ ഇങ്ങനെ പൊളിച്ചു നശിപ്പിക്കുന്നത് ശരിയല്ല. ഏയ് കുട്ടേ, മര്യാദക്ക് മാറാനാ പറഞ്ഞത്. ഈ താപ്പാന ഒച്ചേട്ടാലുണ്ടല്ലോ, ആ കാണുന്ന മല വരെ താഴോട്ട് വരും. കാന്താരി മുളക് പോലെയുള്ള ഒരു കുട്ടി എന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിങ്ങളൊക്കെ എന്താണ് മാറ്റ്നി ഷോ കാണാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്? നോക്കി നിൽക്കാതെ ചെന്ന് പിടിക്കണടാ അവനെ. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ?
കാശിന് കൊള്ളാത്ത പേടിത്തൊണ്ടന്മാര്. ഞാൻ വീണ്ടും തിരിച്ചു വരും കുട്ടി. വീണ്ടും കുട്ടിയെന്ന് വിളിച്ചു അല്ലേ? വേഗം വിട്ടോ, വേഗം വിട്ടോ. കുട്ടി കുട്ടി കുട്ടി, വിട്ടോ വിട്ടോ, വേഗം വിട്ടോ. കുട്ടി കുട്ടി കുട്ടി, ഞാൻ പറഞ്ഞല്ലോ. എന്തൊക്കെ തന്നെയായാലും ശരി, എനിക്ക് ആ സ്ഥലം കിട്ടിയേ പറ്റൂ. കേട്ടേരിക്കും കേട്ടേരിക്കും. തനിക്ക് ഞാൻ ആ ഭൂമി തരുമെന്ന് പറഞ്ഞതല്ലേ? ഒന്ന് വെയിറ്റ്. താൻ എന്തിനാ കിടന്ന് പിടയ്ക്കുന്നത്? ഇന്ന് വരെ താൻ എന്നോട് പറഞ്ഞില്ലല്ലോ താൻ എന്ത് റിസർച്ചാ അവിടെ ചെയ്യാൻ പോകുന്നെന്ന്. എന്റെ റിസർച്ച് എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ എന്റെ റിമോട്ടും ചിപ്സും കൂടി ഓടുന്ന കാറിന്റെയും സ്കൂട്ടറിന്റെയും മറ്റ് വാഹനങ്ങളുടെയും എഞ്ചിനിൽ മുന്നോട്ടു പോകുന്ന വാഹനത്തിന്റെ കൺട്രോളിൽ ഈ വാഹനങ്ങൾ അവയെ പിന്തുടരുന്നു. നോക്കൂ, എന്റെ കയ്യിലിരിക്കുന്ന ഈ ചിപ്പ് എന്റെ കാറിൽ വെച്ച് ഓടിക്കുമ്പോൾ പരിസരത്തിരിക്കുന്ന വാഹനങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളും എന്റെ വാഹനത്തിന്റെ പിന്നാലെ സഞ്ചരിക്കും. ഇപ്പൊ മനസ്സിലായോ? ഒരു ഡ്രൈവർക്ക് പോലും സ്വന്തം വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്യണ്ട എന്ന് തീരുമാനിച്ച കാര്യം എനിക്കിന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാകില്ല. ഞാൻ ഈ പരീക്ഷണം മറ്റുള്ളവരിൽ പരീക്ഷിക്കേണ്ട എന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നു. കേട്ടോ, ഇനി ഒരിക്കലും വൈകിക്കരുത്. ഈ പരീക്ഷണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയാലേ ശരിയാവൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും താനങ്ങ് ഒരുപാട് മനസ്സിലാക്കണ്ട, അതാണ് നല്ലത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. ഹലോ ഡോഗി, എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ കുരയ്ക്കുന്നത്? ഇപ്പോൾ താൻ കണ്ടോ, അവന്റെ സൈക്കിളിന്റെ ടയർ കറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും താൻ ഞെട്ടിത്തെറിച്ചു പോകും. എന്റെ ചിപ്പ് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ രശ്മികൾ മറ്റുള്ള വണ്ടികളിൽ പതിച്ച് അതിന്റെ ശക്തി കാരണം മറ്റുള്ള വാഹനങ്ങൾ അതിന്റെ പിന്നിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. ആ സൈക്കിൾ പോകുന്നതിന് പുറകെ ഈ വണ്ടികളെല്ലാം പോയി ആ വണ്ടികളെല്ലാം കൂടി ഒന്നിച്ച് ആ സൈക്കിളിൽ ഇടിച്ച് ഒരു ഇഞ്ച പരുവത്തിലാകും. കേട്ടോ? ഇതെന്താണ് ഇങ്ങനെ? ഞാൻ താക്കോൽ അകത്താണല്ലോ വെച്ചിരിക്കുന്നേ. ഈ വാഹനം എന്താണ് ചുമ്മാ ഇങ്ങനെ ഗുറെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ആകണത്? എന്റെ വണ്ടി അവിടെ നിക്ക്. എന്റെ വണ്ടി, നീ പോകരുത്. അവിടെ നിക്ക് വണ്ടി, അവിടെ നിക്ക്. ഇത് എവിടെ പോകുന്നു? ചാവി എന്റെ കയ്യിലാണല്ലോ. ശിവ, എന്താണ് എന്റെ കാർ എന്നോട് പോലും പറയാതെ ഓടിപ്പോകുന്നത്? എന്ത് പറ്റി മൈക്കാ? ഒന്ന് നിർത്തൂ. നമ്മുടെ വണ്ടി പോകുന്നു. ഒന്ന് നിർത്തൂ. ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്? ഒന്ന് നിർത്തൂ. എന്റെ വണ്ടി പോകുന്നു. ശിവ, എന്റെ മോട്ടോർ ബൈക്ക് ഏതോ ഒരു ഭൂതം അതിന്റെ കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. നിനക്കറിയോ? അത് സ്വയം റിവേഴ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ ശിവ. ലഡു സിംഗ് സാറേ, ഈ വാഹനങ്ങൾ മുഴുവനും എന്റെ സൈക്കിളിന്റെ പുറകെയാണ് വരുന്നത്. എനിക്ക് എന്താ കാര്യം അറിയില്ല, പക്ഷേ എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ വേഗം ബൈക്ക് എന്ന് എടുത്ത് ചാടിക്കോ. എന്ത് ചാടണമെന്നോ? വണ്ടിന്ന് ചാടണമെന്നോ? ഓക്കെ ഓക്കെ, ഇപ്പൊ തന്നെ ചാടിക്കോളാം. ഇപ്പൊ തന്നെ വണ്ടിന്ന് ചാടണം ലഡു സിംഗ്. ഞാൻ രക്ഷപ്പെട്ടല്ലോ. വല്ലേ വല്ലേ. ഈ റിട്ടേൺ ടിക്കറ്റ് ആരാണോ എനിക്ക് സമ്മാനിച്ചത്?
എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഈ ശല്യങ്ങൾ എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. ഓ ഓ ഇവൻ രക്ഷപ്പെട്ടല്ലോ. ഓ, അവൻ സൈക്കിൾ പറപ്പിച്ചതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അടുത്ത തവണ അവൻ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. ഈ ചെറുക്കന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ശാസ്ത്രജ്ഞ. ഈ തോപ്പയൊന്ന് തുമ്മിയാൽ മതി, ദേ ആ കാണുന്ന മല വരെ താഴെ പോരും. പിന്നെയല്ലേ ഒരു കുട്ടി. തന്റെ ഈ ഓഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഞാൻ കുറെ നാളായി കേൾക്കുകയാ. ഒരു കൊച്ചു കുട്ടിയെ തളയ്ക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് തുമ്മിയാൽ മലയിളകുമെന്ന്. ആരോ എന്തോ ഈ സൈക്കിളിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വണ്ടികളും എന്റെ സൈക്കിളിന്റെ പുറകെ വരുന്നത്. എന്താണത്? എന്തായിരിക്കും അത്? ഓ ഹോ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ വേര്. ഓക്കേ, ഇത് ചക്രം കറങ്ങുമ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്. നമുക്ക് പോയി ഇത് ലഡ്ഡു സിംഗിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തേക്കാം. ശിവ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ചെറിയ ചിപ്പ് കൊണ്ട് വണ്ടി ഓടിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാലും ഇതിനെ ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കട്ടെ. പെടറാം വിട്ടോ, വണ്ടി വിടാൻ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഈ ചിപ്പിനെ വെച്ചൊരു ട്രയൽ നോക്കാം. ഇനി ഏതേലും കാറ് നമ്മുടെ പുറകെ വരണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. കള്ളൻ കപ്പലിലാണോ അതോ കാറിലാണോന്ന് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് വേഗം എടുത്തോളൂ, വണ്ടി പുറകെ വരുന്നുണ്ട്. ഓഹോ പെടാറാം, നീ വേഗം വണ്ടി വിട്ടോ, വേഗം വിടാൻ. ഓക്കെ സാർ, സ്പീഡ്. പെടാറാം, വണ്ടിയുടെ സ്പീഡ് കൂട്ട്. ഈ ചിപ്പ് എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് ശരിക്കും വിശ്വാസം വന്നിരിക്കുന്നു. ഈ ചിപ്പ് വെച്ചാണ് ഇവര് എല്ലാ വണ്ടികളുടെ പുറകെ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഈ ചിപ്പ് കൊണ്ടുപോയി ശിവയുടെ സൈക്കിളിന്റെ ടയറിൽ ഘടിപ്പിക്കണം. ഒരു കാര്യം ഇതാരും കാണാൻ പാടില്ല, ഇതിന്റെ പവർ കൊണ്ട് അവന്റെ സൈക്കിൾ പറക്കില്ല. എന്ത് ചെയ്താലും പറക്കില്ല. ഇപ്പോ എന്റെ ചിപ്പിന്റെ പവർ ഞാൻ കൂടുതൽ ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ ട്രക്കും ബസ്സുമായിരിക്കും അവന്റെ സൈക്കിളിന്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെ അവന്റെ സൈക്കിൾ ടയറിനടിയിൽപ്പെട്ട് ചമ്മന്തിയാകും. ആ ശിവ, ഒരുപാട് സമയായി, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ശരിയാണ് രേവ, മുത്തശ്ശി എന്നെ ഊണിന് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് അവന്മാര് വീണ്ടും എന്റെ സൈക്കിളിൽ വേറെ ചിപ്പ് പിടിപ്പിച്ചെന്നാണ്. പക്ഷേ ഏത് സൈക്കിളാ അത് നമുക്കറിയില്ലല്ലോ. നമുക്ക് പിരിഞ്ഞു പോകാം. ഓഹോ, ഈ സൈക്കിൾ മുകളിലേക്ക് പോകുന്നില്ലല്ലോ. പക്ഷേ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബൂസ്റ്റർ ഓൺ. ഓക്കെ, അവന്മാര് ചെയ്ത പണി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. ലഡു സിംഗ് സാറേ, ആ താപ എവിടെ താമസിക്കുന്നത്? ശിവ, അവൻ എവിടെ വേണമെങ്കിൽ ഇരുന്നോട്ടെ, നീ അവന്റെ വീട്ടിലേക്ക് പോകരുതേ. അവൻ അത്രയ്ക്ക് നല്ല മനുഷ്യനൊന്നും അല്ല. അവനുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, പറഞ്ഞേക്കാം. ഓ ലഡു സിംഗ് സാറേ, ഇത് തമാശ പറയാനുള്ള നേരമല്ല. വലിയ വലിയ ട്രക്കുകളും വണ്ടികളും ഒക്കെ എന്റെ പുറകെ വരുന്നു. അയാൾ താമസിക്കുന്നത് എവിടെയാന്ന് വേഗം പറയ. നഗരത്തിന്റെ അടുത്തുള്ള പഴയ ഫാക്ടറിയുടെ പുറകെയാണ്. ഞാനിപ്പോ അങ്ങോട്ട് വന്നേക്കാം, നീ ഒറ്റയ്ക്ക് പോയല്ലേ ശിവ.
ഇതെന്താ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നത്? ഇനി വല്ല ഭൂമി കുലുക്കോ ആണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്കിൾ വേഗം ഓടിക്കോ. പേടിക്കവന്. ഇവനൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. എന്നെ ഒന്നും ചെയ്യക്കല്ലേ, ഞാൻ ഒരു പാവോ, ഞാൻ അങ്ങ് പൊക്കോളാം. എന്ത് പറ്റി തബ അങ്കിൾ? രസം തോന്നിയോ? നിന്നെ ഞാൻ ചമ്മന്തി ആക്കോടാ കുട്ടി. ആദ്യം ഒന്ന് പിടിക്കാൻ നോക്ക്, എന്നിട്ട് പറ. ഈ തോപ്പാൻ തുമ്മിയ മല വരെ താഴെ പോരും. പിന്നെ അല്ലേടാ ഞാഞ്ഞൂലായി നീ. എന്റെ ഊപ്പാട് ഇളകി പോയേ. പോയിക്കോ, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി മേലാൽ എന്നെ കാണാൻ വന്നേക്കരുത്. ഇൻസ്പെക്ടർ സാറേ, എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോവോ? കാരണം എന്റെ നട്ടെല്ല് വേദനിച്ചിട്ട് വയ്യ. Watch India's largest kids library only on Geo Hotstar. Download the app now.